ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അങ്ങനെ പ്രകാശനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടാണുള്ളത്. പെട്ടെന്നുണ്ടായ ആഘാതത്തിലുള്ള നെഞ്ചുവേദന കാരണം ICUയിലാണുള്ളത്. നമ്മളൊക്കെ ഓരോ വേഷം കെട്ടുമ്പോൾ അവരൊക്കെ ആസ്വദിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ആ കിരണും കല്യാണിയും. അമ്മുമ്മയോട് വിക്രം പറയാണ്, എടാ അതിന് നിൻ്റെ അമ്മയും കൂട്ടു നിന്നില്ലേ? ഒന്നുമില്ലെങ്കിലും നീ അവളുടെ മോനല്ലേ? എന്നിട്ടും കണ്ണിച്ചോരയില്ലാതെ അവൾ എല്ലാത്തിനും കൂട്ടുനിന്നില്ലേ? കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയതിൻ്റെ ഷെയർ കിട്ടുവാണെങ്കിൽ ആ ഷെയറിൻ്റെ ഒരംശം എടുത്ത് ഇന്ന് ചിരിച്ചവരുടെ ചിരി മായ്ക്കാനുള്ള എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്തിരിക്കും അമ്മുമ്മേ. ഞാനേതായാലും ഒന്ന് കമ്പനിയിൽ പോയിട്ട് വരാം. അപ്പോഴേക്കും ICUവിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തു വരികയാണ്. അപ്പോൾ അമ്മുമ്മ ചോദിക്കുകയാണ്, എന്തായി ഡോക്ടർ? അത് പിന്നെ പെട്ടെന്നുണ്ടായ ആ ഷോക്കിൽ അയാൾക്ക് നെഞ്ചുവേദന വന്നതാ. ECGയിൽ കാര്യമായ വേരിയേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അമ്മുമ്മേ, ഞാനൊന്ന് കമ്പനിയിൽ പോയിട്ട് വരാം. ആ മോനെ. അമ്മുമ്മ വെൻറ്റിലേറ്ററിൻ്റെ ഉള്ളിൽ കൂടി നോക്കുകയാണ് പ്രകാശനെ. പിന്നെ കാണിക്കുന്നത് രാജപ്പനെയാണ്. രാജപ്പൻ വിഷമത്തോടെ ഇരിക്കുകയാണ്, പൈസ കിട്ടാനുള്ള ആ വിഷമം ഓർത്തിട്ട്. അവിടെ ബാലട്ടൻ മതിൽ ചോദിക്കുകയാണ്, രാജപ്പ രാജപ്പ കൊട്ട കൊണ്ടുവരട്ടെ? എന്തിന് ഇങ്ങനെ ചുമന്നോണ്ട് പോകാൻ എന്ന് പറഞ്ഞ് ബാലട്ടൻ കളിയാക്കുകയാണ്. കൂടെ നിന്നിട്ട് ചതിക്കുമായിരുന്നു അല്ലേടാ? അതിനെന്തിനാ നീ എൻ്റെ കുത്തിന് പിടിക്കുന്നേ? എടാ, നിനക്കറിയായിരുന്നു കാര്യങ്ങളൊക്കെ, എന്നിട്ടും നീ എന്നോടൊരു സൂചന പോലും പറഞ്ഞില്ല. അപ്പോഴേക്കും ബൈജു കയറി പിടിച്ചു വെക്കുകയാണ്. നിങ്ങളെന്താ ചങ്ങായിമാരായിട്ട് ഇങ്ങനെ അടികൂടുന്നത്? ഇവനറിയായിരുന്നു എല്ലാ കാര്യങ്ങളും, എന്നിട്ട് ഇവൻ എന്നോട് ഒരു സൂചന പോലും പറഞ്ഞില്ല. തന്നോട് നടന്നതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വെള്ളത്തിലായി എന്ന് പറഞ്ഞ് താൻ സത്യങ്ങളൊക്കെ വിളിച്ചു പോവില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്ന ഈ സീൻ എനിക്കും തനിക്കും കാണാൻ പറ്റുമായിരുന്നോ? പ്രകാശനും അവൻ്റെ മോനും അവൻ്റെ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഒരു തിരിച്ചടി അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് നടന്ന കാര്യങ്ങളൊക്കെ തന്നോട് ഞാൻ പറയാതിരുന്നത്. ഒരു ദിവസം മുമ്പേ എല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? ബാല, എൻ്റെ 17 ലക്ഷം പോയി കിടക്കുന്നത്. ബിജു പറയാണ്, എൻ്റെ രാജപ്പെട്ട, ഇമ്മാതിരി കാര്യങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചൂടെ നിങ്ങൾക്ക്? എങ്ങനെ സൂക്ഷിക്കാനാടാ ഞാൻ? അതുപോലെയല്ലേ എല്ലാവരും എന്നെ വിശ്വസിപ്പിച്ചത്. ബാലട്ടൻ പറയാണ്, ചോദിക്കാതെ തന്നെ പൈസ കൊടുക്കുമായിരുന്നു ഇയാൾ. അങ്ങനെയാ 10-17 ആയത്. ആ കെട്ടും കഴിഞ്ഞ് അവൻ കൈ നിറയെ തള്ളിത്തരും എന്നല്ലേ എൻ്റെ വിശ്വാസം. എല്ലാം ഒരു തള്ളലായിരുന്നു. ആ തള്ളലിൽ താൻ വീണു, അത്രയേ ഉള്ളൂ. എന്തായാലും എൻ്റെ പൈസ ഞാൻ കളയില്ല. അവനെ കൊന്നിട്ടായാലും ഞാനത് വാങ്ങിച്ചിരിക്കും. ബിജു അതിൻ്റെ ഇടയിൽ കേട്ടോളാണ്. അയാളെ കൊന്നാൽ എങ്ങനെയാ രാജപ്പെട്ട ആ പൈസ വാങ്ങിക്കുക? ഇനിയിപ്പോൾ കൊന്നാലും കൊന്നില്ലെങ്കിലും പോയത് പോയി. അങ്ങനെ കാലണ കളയുന്ന കൂട്ടത്തിലല്ല ഈ രാജപ്പൻ. ഇനിയിപ്പോൾ 17 ലക്ഷം എവിടെ നിന്ന് കിട്ടാനാ രാജപ്പ? എൻ്റെ കിഡ്നിക്ക് പോലും ഇന്ന് വില കിട്ടത്തില്ല. അതുപോലെ അവന് അസുഖം ഉണ്ടെന്ന്. ഒരു കിഡ്നി അവൻ നേരത്തെ ദാനം ചെയ്തതാ. പിന്നെ രണ്ടാമത്തെ കിഡ്നി എന്തായാലും കൊടുക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ദേവി, ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു. അതെ രാജപ്പെട്ട, എന്തായാലും വന്ന സ്ഥിതിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടെണ്ണമൊക്കെ അടിച്ച് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി സദ്യ എനിക്ക് ഇറങ്ങൂല. നീ വാ ബൈജു, നമുക്ക് സദ്യ കഴിക്കാം. പ്രകാശൻ സാറ്, ഭാനുമതി മാഡം, വിക്രമൻ സാറ്, എന്തൊക്കെയായിരുന്നു. ഇപ്പം മേടോ ഇല്ല ഇടവോ ഇല്ല, എല്ലാം കൂടി കിടന്ന് ചക്രശ്വാസം വലിക്കുക. ബൈജു അറിയാം. രണ്ടമ്മമാരെയും ഒരുക്കി പിടിച്ച രീതിയിൽ കൊണ്ടുവരികയാണ് മക്കളൊക്കെ. അപ്പോൾ പെൺമക്കളൊക്കെ അമ്മയോട് പറയുകയാണ് കസേരയൊക്കെ വലിച്ചിട്ടിട്ട്, രണ്ടമ്മമാരും ഇരിക്ക്. എന്തിനാ മോളെ? ലക്ഷ്മി, ഇരിക്കാൻ പറഞ്ഞില്ലേ? ഇരിക്ക് ദീപേ, വാ. പിന്നെ കാദംബരി ഇരുന്നിടത്ത് പോയിട്ട് ബൈജു ചോദിക്കുകയാണ്, എന്താ കാദംബരി, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകണം. അളിയനോട് എൻ്റെ അന്വേഷണം പറയണേ. അപ്പോഴാണ് കല്യാണി വന്ന് വിളിക്കുന്നത്. ബൈജു വാ, കല്യാണ പെണ്ണുങ്ങൾ കാത്തിരിക്കുക. ബജി ഹാപ്പി അല്ലേ? അപ്പോഴേക്കും അവിടെ കിരണും കല്യാണിയും എല്ലാവരും കാർത്തികയും എല്ലാവരും കൂടി നിൽക്കുകയാണ്. അപ്പോൾ ബൈജു പറയാണ്, എല്ലാവരും കൂടി ഒന്ന് അടുത്ത് നിന്ന് എനിക്കൊരു സെൽഫി എടുക്കണം. ബൈജു അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ കിരൺ പറയാണ്, നമുക്കൊന്ന് ചൂട് വെച്ച് അടിച്ച് പൊളിച്ചാലോ? പിന്നെ രണ്ട് അമ്മമാരെയും അവിടെ ഇരുത്തിയിട്ട് മറ്റുള്ളവരൊക്കെ കിരണും കല്യാണിയും കാദംബരിയും ബൈജുവും ഒക്കെ ചുറ്റും കൂടി നിന്ന് നൃത്തം ചെയ്യാണ്. അവർ 2-3 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാർ കൂടി അതിൽ പങ്കുചേരുകയാണ്. അങ്ങനെ നല്ലൊരു മ്യൂസിക്കും അവരുടെ ചുവടുവെപ്പും ഒക്കെ നന്നായിട്ട് നടക്കുകയാണ്. അവരവിടെ നന്നായിട്ട് ആഘോഷിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശനെ ട്രിപ്പൊക്കെ ഇട്ടിട്ടാണുള്ളത്. പ്രകാശൻ്റെ അടുത്തേക്ക് അമ്മ എത്തിയിട്ട് വിളിക്കുകയാണ്, എടാ പ്രകാശ, വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
എന്തിനാണോ എന്തോ ഇങ്ങനൊരു ചതി കൂടി ദൈവം എന്നോട് ചെയ്തത്. എൻ്റെ നെഞ്ച് നിന്ന് പോണേന്നാ എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ. അയ്യോ, അങ്ങനെയൊന്നും പറയാതെടാ മോനെ. ഉടനെ പുറത്തിറങ്ങാം എന്നാ ഡോക്ടർ പറഞ്ഞത്. വിക്രം പോയിട്ടുണ്ട് കമ്പനിയിലോട്ട്. എങ്ങനെയായാലും കമ്പനിയുടെ പാതി കിട്ടണമല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഖത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് ജീവിക്കാമല്ലോ. വേറെ തരാമെന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല, അതൊന്നും അറിയത്തില്ല. അത് ചോദിക്കാൻ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. എനിക്കതൊന്നുമല്ല. കല്യാണ സദ്യ, 4 കൂട്ട സദ്യയൊക്കെ ആയിട്ട് എല്ലാവരും കഴിക്കാൻ ക്ഷണിച്ചിട്ട് കല്യാണവും കാണാതെ സദ്യയും കഴിച്ചിട്ട് അവർ പോയി കാണും അല്ലേ? അതൊക്കെ കഴിക്കുന്നവൻ്റെ തൊണ്ടയിൽ നിന്നും ഇറങ്ങാതെ പോട്ടെ. ഷോ, എന്തൊക്കെ നാടകാട കളിച്ചത് അവരൊക്കെ. എനിക്കൊന്നും ആലോചിക്കാൻ വയ്യ, ചിന്തിക്കാൻ വയ്യ. ഞാനാകെ തകർന്ന് തരിപ്പണായിപ്പോയി. അപ്പം ഞങ്ങളോ? ആ ചെറുക്കനാണെങ്കിൽ ഒരുപാട് മോഹിച്ചതാ. മോനെ, പൈസ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാടാ. ഈ നാട് നമുക്ക് ചേരത്തില്ല. നാടല്ല അമ്മേ ചേരാത്തത്, ഈ നാട്ടിൽ ചില ചെന്നായ്ക്കളുണ്ട്, അവരാ ചേരാത്തത്. സംസാരിക്കാത്ത സമയത്ത്, മുട്ടിലിഴയുന്ന സമയത്ത് തന്നെ അവളെ കാലിൽ പിടിച്ച് വലിച്ച് അടിച്ച് കൊല്ലണമായിരുന്നു. അത് ഞാൻ അന്ന് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥയൊക്കെ ഇന്നുണ്ടായത്. വേണ്ട, ഇനി അതേപ്പറ്റി ആലോചിച്ച് നെഞ്ചിടിപ്പ് കൂട്ടണ്ട, നെഞ്ചിൻ്റെ ഭാരം കൂട്ടണ്ട. അപ്പോഴാണ് ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞത്, അതെ, ഒന്ന് പുറത്ത് നിൽക്കണം. കുറേ നേരമായല്ലോ നിങ്ങൾ സംസാരിക്കുന്നു. നിന്നോളാവേ, ഞാൻ പുറത്ത് നിൽക്കാം മോനെ. രാജപ്പനും ബാലനും ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. എന്നിട്ട് രാജപ്പനോട് ബാലൻ ചോദിക്കുകയാണ്, അവൻ ICUവിലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് അവനോടിപ്പം ചെന്ന് പണത്തിന് ചോദിക്കണോ? പിന്നെ 10-17 ലക്ഷം രൂപ നീ തരുമോ? എണ്ണി എണ്ണി കൊടുക്കുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു. എന്തൊരാവേശമായിരുന്നു കൊടുക്കാൻ. എന്നും പ്രകാശനെ പൈസ കൊടുത്ത് സഹായിച്ചിരുന്നത് ഈ രാജപ്പനാ. ഒന്നും അവന് പൈസ തിരിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഇതിനു മുമ്പ് വലിയൊരു ബാധ്യത വേറെയും ഉണ്ടായിരുന്നല്ലോ. അന്ന് 10 ലക്ഷം രൂപ തന്ന് സഹായിച്ചത് കല്യാണി മോളാ. ഓർമ്മയുണ്ടല്ലോ. ഇനിയിപ്പോൾ കല്യാണി സഹായിക്കോടാ. എവിടെ തരാൻ? പ്രകാശന് വ്യക്തമായ തിരിച്ചടി തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് ചിന്തിച്ച് നടക്കുകയാണ് കല്യാണി മോളിപ്പോൾ. പിന്നെ നിന്നെ അവൾക്ക് അത്ര ഇഷ്ടമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഓ, വീണ്ടും ഞാനിപ്പോൾ പൈസ എവിടുന്ന് സംഘടിപ്പിക്കും? ആ കാർത്തിക മേഡത്തിൻ്റെ കാല് പിടിക്കുന്നതായിരിക്കും നല്ലത്. അവർ തരുമോ? അവർ ഈ മഹാഭാവിയുടെ മോളല്ലേ. എന്നാ പിന്നെ പോയത് പോയി എന്ന് കരുതി വാലും മടക്കി മൂലയിൽ ചുരുളുന്നതാണ് നല്ലത്. ബാലട്ടൻ പറയാണ്, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ അകത്തോട്ടെ കാര്യങ്ങൾ വിടുമോന്ന്. വിക്രം പോയിട്ട് അതിൻ്റെ ഓഫീസിൻ്റെ പുറത്ത് നിന്നിരിക്കുന്ന അവരെടുത്ത് ചൂടാകുകയാണ്. എന്താടോ എനിക്ക് വിഷ് ചെയ്യരുത് എന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല സാറേ, ഈ കമ്പനിയെ നേരെ നിർത്തിയത് ഞാനാ. അതുകൊണ്ട് ആര് എന്ത് പറഞ്ഞാലും എൻ്റെ പദവിക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. മുകളിൽ നിന്നുള്ള ഓർഡറല്ലേ എനിക്ക് അനുസരിക്കാൻ പറ്റൂ സാർ. ആരാണോ തനിക്ക് മുകളിൽ നിന്ന് ഓർഡർ വന്നത്, എടാ എന്ന് വിളിച്ച് അയാളെ അടിക്കാൻ ഒരുങ്ങാണ് വിക്രം. ആരാടോ? വേണ്ട കേട്ടോ, ഓവർ സ്മാർട്ട് ആവരുത്. ആയാൽ പിന്നെ ഈ കമ്പനിക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ താനിങ്ങനെ നിവർന്ന് നിൽക്കില്ല. വിക്രം പോയി പഴയതുപോലെ തന്നെ ആ കസേരയിൽ ഇരിക്കുകയാണ്. വിക്രം പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് വിളിക്കുകയാണ്. എടോ താൻ, ഞാൻ ക്യാബിൽ വന്ന് അറിഞ്ഞില്ലേ? എനിക്കൊരു ചായ വേണം. യെസ്, മേഡത്തോട് ചോദിച്ചിട്ട് തരാം. ഓ, MD ഞാനല്ലയോ? അയാൾ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിക്രം വിളിക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണം. അതും പറഞ്ഞ് വിക്രം മുന്നോട്ടേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് കാർത്തിക മുന്നിൽപ്പെട്ടത്. ഓ, എത്തിയോ? സ്വഭാവം പെരുമാറ്റമൊക്കെ മാറിയല്ലോ. എല്ലാവരോടും പറഞ്ഞായിരുന്നോ എന്നെ റെസ്പെക്റ്റ് ചെയ്യരുതെന്ന്? അവരൊക്കെ എന്തിനാ നിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നത്? നീ ആരാ? ഓഹോ, അങ്ങനെയായല്ലേ. ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ലേ? അറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചേ. ഞാൻ ഈ കമ്പനിയുടെ MD ആണ്. ആരാ നിന്നെ MD ആക്കിയത്? നിൻ്റെ പേരിലാണോ ഈ കമ്പനി? ഈ കമ്പനി ഇപ്പോൾ എൻ്റെയോ എൻ്റെ അമ്മയുടെയോ പേരിലല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓണർ തീരുമാനിക്കുന്നതായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓ, അത് ശരി. കമ്പനി നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും പേരിലാണല്ലോ. ഇപ്പോൾ അത് നിങ്ങൾ മറച്ചു വിറ്റു അല്ലേ? ആയിക്കോട്ടെ, പക്ഷേ ഇത്രയും നാൾ ഞാൻ ജോലി ചെയ്ത് കമ്പനിക്ക് കോടികളാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതിൻ്റെ ഷെയർ എനിക്ക് വേണം. തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ശരിക്കെന്നെ അറിയില്ല. നിന്നെയും എനിക്കറിയാം, നിൻ്റെ അച്ഛനെയും അറിയാം, നിൻ്റെ അമ്മൂമ്മയും അറിയാം. എല്ലാവരെയും ഇത്രയും ദിവസത്തിനുള്ളിൽ അടിമുടി ഞാൻ അറിഞ്ഞതാ. കൂടുതൽ നീ പറയണ്ട, മനസ്സിലാക്കി തരണ്ട. ഏതായാലും 2 പേർ ഉടനെ വരും. അവർ തീരുമാനിക്കും ഇനി എന്ത് വേണമെന്ന്. വിഷമിക്കണ്ടടാ, അവരെത്തിക്കഴിഞ്ഞു. ഇപ്പം വരും. എനിക്കവരെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാനും നിങ്ങളും തമ്മിലാണ് ഡീല്. പക്ഷേ അവർ ഡീല് ഉറപ്പിച്ചിട്ടാണ് വരുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂടാ?
മനുഷ്യരെ കുരങ്ങ് കളിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ. നിന്നെ ഒന്ന് കുരങ്ങ് കളിപ്പിച്ചതല്ല, നീയൊക്കെ കുരങ്ങ് തന്നെയാ. ആ കുരങ്ങിൻ്റെ കയ്യിലേക്കൊരു പൂമാല എടുത്തു തന്നു. അതെങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോഴേക്കും കിരണും കല്യാണിയും അവിടെ എത്തി. അപ്പോൾ കാർത്തിക തിരിഞ്ഞു കേട്ട് ചിരിച്ചിട്ട് പറയാണ്, പറഞ്ഞവരെത്തിയല്ലോ. അപ്പോഴാണ് വിക്രം തിരിഞ്ഞു നോക്കിയത്. വിക്രം പെട്ടെന്ന് തന്നെ ഞെട്ടാണ്. ഇവരാണ് കമ്പനി വാങ്ങിച്ചിരിക്കുന്നത്. ഈ കമ്പനിയുടെ MD ഇനി കല്യാണിയാണ്. എന്ന് വെച്ചാൽ കിരണിൻ്റെയും കല്യാണിയുടെയും കമ്പനിയായ RS കൺസ്ട്രക്ഷൻസ് എൻ്റെ ഈ കമ്പനിയിലേക്ക് ലയിക്കാൻ പോവുക. എന്നാൽ 2 കമ്പനിയുടെയും MD കല്യാണി തന്നെയാണ്. ഇത് ചതിയാണ് വിക്രം പറയാണ്. അപ്പോൾ കല്യാണി, ചതിയുടെ തമ്പ്രാനാണ് ഈ പറയുന്നത്. ചതിയല്ലടാ, നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും അത്യാഗ്രഹത്തിനുള്ള തിരിച്ചടിയാണ്. അപ്പോൾ അപ്പോൾ കിരൺ പറയാണ്, മകനെ രാജാവാക്കാൻ ആഗ്രഹിച്ച ഒരച്ഛൻ. നീയൊക്കെ കാണ് കല്യാണി 2 കമ്പനിയുടെയും MD ആയിട്ടിരിക്കുന്നത്. നിനക്ക് ഈ കമ്പനിയിലെ തൂപ്പുകാരൻ പോലും ആവാനുള്ള യോഗ്യതയില്ല. കാർത്തിക ചോദിക്കുകയാണ്, എന്താടാ നീ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? ഇറങ്ങിപ്പോടാ. പറഞ്ഞത് കേട്ടില്ലടാ. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഒച്ചത്തിൽ ഈ കമ്പനിയുടെ MD പറയാ. ഇറങ്ങിപ്പോടാ. കല്യാണി പറയാ. കിരണും പറയാണ്, എടാ നിന്നോട് പോവാനല്ലേ പറഞ്ഞത്, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് കിരൺ അവനെ തള്ളുകയാണ്. ആലോചിക്കേണ്ടത് ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളെയുമാണെന്ന് അവൻ്റെ അച്ഛനും അമ്മമ്മയും മനസ്സിലാക്കട്ടെ കല്യാണി. പുറകിൽ നിന്ന് അയാൾ ചോദിക്കുകയാണ്, എന്താ സാർ പോവുകയാണോ? എന്താടോ, എന്നെ കളിയാക്കുകയാണോ? പോടാ വിളിയൊക്കെ ആശുപത്രി കിടക്കുന്ന നിൻ്റെ അച്ഛനെ പോയി വിളിച്ചാൽ മതി. എടാ പോടാ, തല്ലുകൊള്ളാതെ. തരാടാ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാടാ എന്ന് കാർത്തിക പുറത്തിറങ്ങിയിട്ട് പറയാണ്. നിൽക്ക്, കമ്പനിയുടെ കാറാ എന്ന് വെച്ചാൽ കിരണിൻ്റെയും കല്യാണിയുടെയും കാറ്. ഇതിൽ കയറാനുള്ള യോഗ്യത നിനക്കില്ല. നീ പഴയതുപോലെ പോയാൽ മതി, നടന്നു പോയാൽ മതി. മുമ്പഴേ എല്ലാം കൂടി ഒന്നിച്ചാ, മുതലും പലിശയും ഒക്കെ ഒന്നിച്ചാ കിരൺ പറയാം. അപ്പോൾ വിക്രം മറുപടി പറയാണ്, വിജയങ്ങളൊന്നും എന്നും ഒരാൾക്കൊപ്പം ആയിരിക്കില്ലടാ. അങ്ങനൊരു വിശ്വാസം ഞങ്ങൾക്കും ഇല്ലടാ. പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ജീവിതത്തിൽ ഇത്തിരിയെങ്കിലും നന്മ വേണം, സത്യസന്ധത വേണം. ഞാൻ തിന്മയെ കൂട്ടുപിടിച്ച് നടക്കുന്നവനാ. അതുകൊണ്ട് തന്നെ എന്നെ ശത്രുവാക്കരുത്. നിങ്ങളെല്ലാം സൂക്ഷിക്കണം. നിന്നെപ്പോലൊരു പീറപ്പയ്യനെ ഞങ്ങൾ എന്തിനാണ് സൂക്ഷിക്കുന്നേ, അയക്കുന്നേ? മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും തല്ലുകൊണ്ട് നീ തീരും. പറയടാ, നിൻ്റെ കമ്പനിയുടെ MD ഇപ്പോൾ ഞാനാണെന്ന്, ഈ കല്യാണിയാണെന്ന്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിൻ്റെ അച്ഛനോട് പോയി പറയാൻ. അയാൾക്കതും ഒരു ഷോക്കാവട്ടെ. എടാ ചാവി തന്നിട്ട് പോടാ. വിക്രം കിരണിന് എറിഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ കാർത്തിക കല്യാണിയോടായിട്ട് പറയാണ്, കുറച്ച് ദിവസം അവൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ രാജാവിനെ പോലെ നടന്നത്. നീ ഇപ്പോൾ കിടന്ന് തെണ്ടിത്തിരയട്ടെ. അച്ഛനെ നോക്കാനിരിക്കുന്ന ഒരു മകൻ. അങ്ങനെ വിക്രം അവിടെ നിന്ന് വെറും കൈയോടെ ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോവുകയാണ്. അത് നോക്കി നിൽക്കുകയാണ് കാർത്തികയും കല്യാണിയും കിരണും ഒക്കെ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. See you all.